ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ. ഞാൻ ഏതായാലും ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സൂപ്പാണ് രാത്രിക്ക് മിക്ക ദിവസവും കഴിക്കുന്നത്. അപ്പോൾ അതേ മൈദ കോൺഫ്ലവർ ഒന്നും ചേർക്കാതെ നമ്മൾ റാഗി വെച്ചിട്ടുള്ള സൂപ്പാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തിട്ട് ഇന്ന് ഉണ്ടാക്കി. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ചേർക്കാം കേട്ടോ. പിന്നെ അത് പോരാത്തതിന് ഇതിനകത്ത് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയോ ചിക്കനോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിത് വെജ് സൂപ്പായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകും. ആദ്യം തന്നെ ബട്ടർ വേണമെന്നില്ല, വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കാം. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ ഇതേ ഒരു ടേബിൾ സ്പൂണോളം പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ചിലർ ഇഞ്ചി ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് ബ്രൗൺ കളറൊന്നും ആവരുത്, നന്നായിട്ട് മൂത്ത മണം വന്നാൽ മതി. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു അര സവാള ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ ചോളമാണ് കേട്ടോ, ഫ്രഷ് ചോളമാണത്. പിന്നെ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. കോളിഫ്ലവർ, ബ്രൊക്കോളി, അതല്ലെങ്കിൽ ക്യാപ്സിക്കം, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കാം കേട്ടോ. മഷ്റൂം, പനീർ, എന്ത് വേണമെങ്കിലും ചേർക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ടത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ റാഗി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ചുമ്മാ കഴുകി ഉണക്കി വെച്ച റാഗി ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് വെക്കാറുണ്ട്. അതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിത് ഒന്ന് നമുക്കൊരു കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഡയറക്റ്റ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ കട്ട കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ റാഗി പൗഡറാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ സൂപ്പിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് തന്നെ തോന്നും, പക്ഷേ കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും അത് തിക്കായി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കി ഓഫ് ചെയ്യരുത്, കുറച്ച് ലൂസായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതേ പാകത്തിന് കുറുകി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്കിത് കാണുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടാണെന്ന് തോന്നും, പക്ഷേ അല്ല, കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും അത് കുറച്ചും കൂടി തിക്കാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് ഓഫ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റാഗി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സൂപ്പ് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കുട്ടികൾക്ക് ഈ സൂപ്പിനകത്തോട്ട് ചീസ് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും കഴിക്കാറുണ്ട്, എനിക്കും ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വേണമെങ്കിൽ ചീസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി സൂപ്പ് കണ്ടല്ലോ, എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് രാത്രിയിൽ സൂപ്പാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മോന് വേണ്ടിയിട്ടാണ് ഈ ചീസ് ഇട്ടത്. നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ ചീസ് ഉപയോഗിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.